Hello everyone. In this video, we will be learning the last part of the second module. In this, we will see the types of beams first. So what are the different types of beams that are existing? There are 5 different types of beams: the cantilever beam, simply supported beam, overhanging beam, fixed beam, continuous beam. അപ്പോൾ എന്താണ് ഒരു ബീം എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നിങ്ങൾ വീട്ടിലൊക്കെ കണ്ടിട്ടുണ്ട്, പല ബിൽഡിങ്ങിലും ബീംസ് എല്ലാം കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് ഏതൊക്കെ ടൈപ്പ് ബീംസ് ആണ് ഉള്ളത് എന്നാണ് നമുക്ക് നോക്കുന്നത്. കാന്റിലീവർ ബീം, സിംപ്ലി സപ്പോർട്ടഡ് ബീം, ഓവർഹാങ്ങിങ് ബീം, ഫിക്സഡ് ബീം, കണ്ടിന്യൂസ് ബീം. ഇത് ഓരോന്നും എന്താണെന്ന് നോക്കാം. First is cantilever beam. Cantilever beam is a beam which is fixed at one end and the other end is free. ഒരു സൈഡ് ഫിക്സ് ആയിട്ട് മറ്റേ സൈഡ് ഫ്രീ ആയിട്ട് നിൽക്കുന്ന ടൈപ്പ് ബീമുകളെയാണ് കാന്റിലീവർ ബീം എന്ന് പറയുന്നത്. നിങ്ങൾ കണ്ടിട്ടുള്ളതാണ്. ഫിഗർ നോക്കിക്കേ, ഈ ഫിഗറിൽ നോക്കിക്കേ, ഇതിൻ്റെ ഈ മുകളിൽ കാണുന്ന ബീമിൻ്റെ ഒരെൻഡ് സപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്, മറ്റേ എൻഡ് ഫ്രീ ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ളതിനെയാണ് കാന്റിലീവർ ബീം എന്ന് പറയുന്നത്. ഇവിടെ നോക്കിക്കേ, this side is fixed and this side is free. So such a beam is called a cantilever beam. Next is simply supported beam. ഈ ഫിഗറിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും, ഒരു ബീമിൻ്റെ രണ്ട് എൻഡും സപ്പോർട്ടഡ് ആണ് എങ്കിൽ അതിനെയാണ് സിംപ്ലി സപ്പോർട്ടഡ് ബീം എന്ന് പറയുന്നത്. ബീം സപ്പോർട്ടഡ് ഓർ റെസ്റ്റിംഗ് ഫ്രീലി ഓൺ ഇറ്റ് സപ്പോർട്ട് അറ്റ് ബോത്ത് എൻഡ്സ്. ഇതെല്ലാം സിംപ്ലി സപ്പോർട്ടഡ് ബീമുകളാണ്. ഈ ബീമുകൾ നോക്കിയാൽ അതിനകത്ത് രണ്ട് സപ്പോർട്ടുകളാണ് ഉള്ളത്. ബീമിൻ്റെ രണ്ട് എൻഡിലും ഓരോരോ സപ്പോർട്ടുകളുണ്ട്. This is also another example of simply supported beam. Next is overhanging beam. Overhanging beam, if the end portion of the beam is extended beyond the support, it is called a overhanging beam. അപ്പോൾ ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീമിനെ ഒരു എൻഡ് കഴിഞ്ഞിട്ട് അത് കുറച്ചും കൂടി ഇങ്ങോട്ട് തള്ളി ഓവർഹാങ് ചെയ്ത് നിൽക്കുവാണെങ്കിൽ ദാറ്റ് ബീം ഇസ് കോൾഡ് ഓവർഹാങ്ങിങ് ബീം. ഫിഗർ നോക്കിക്കേ, ഇതിനെ ഇത്രയും പോർഷനെ സിംപ്ലി സപ്പോർട്ടഡ് പോർഷൻ എന്നും ബാക്കി പുറത്തേക്ക് തള്ളി നിൽക്കുന്നതിനെ ഓവർഹാങ്ങിങ് പോർഷൻ എന്നും പറയുന്നു. So this is a figure of an overhanging beam. Next is fixed beam. Fixed beam എന്ന് പറഞ്ഞാൽ ഒരു ബീമിൻ്റെ രണ്ട് എൻഡും ഫിക്സ്ഡ് ആയിരിക്കും, അതിന് വേറെ ഒരു മൂവ്മെൻറ്റും പോസിബിൾ ആയിരിക്കില്ല. അതിനെയാണ് ഫിക്സഡ് ബീം എന്ന് പറയുന്നത്. ബീം ഹൂസ് ബോത്ത് എൻഡ്സ് ആർ ഫിക്സ്ഡ് ഓർ ബിൽറ്റ് ഇൻ ടു ദ വാൾ. അപ്പോൾ ഇത് രണ്ട് എൻഡും വാളിലേക്ക് ഫിക്സ് ചെയ്ത് വെച്ചേക്കുവാണ് എങ്കിൽ അതിനെയാണ് ഫിക്സഡ് ബീം എന്ന് പറയുന്നത്. ഫിഗർ നോക്കിക്കേ, ഈ എൻഡ് ഇതിലേക്ക് ഫിക്സ്ഡ് ആണ്, മറ്റേ എൻഡും ഫിക്സ്ഡ് ആണ്. രണ്ട് എൻഡും ഫിക്സ്ഡ് ആണെങ്കിൽ ഇറ്റ്സ് കോൾഡ് എ ഫിക്സഡ് ബീം. നെക്സ്റ്റ് ഇസ് കണ്ടിന്യൂസ് ബീം. കണ്ടിന്യൂസ് ബീം നിങ്ങൾ എവിടെയാണ് കണ്ടിട്ടുള്ളതെന്ന് ഓർത്ത് നോക്കാമോ? നമ്മൾ ബ്രിഡ്ജിലൊക്കെ കാണുന്നത് കണ്ടിന്യൂസ് ബീംസ് ആണ്. അതായത് സപ്പോർട്ടിൻ്റെ മേളിൽ കൂടെ കണ്ടിന്യൂസ് ആയിട്ട് അതിങ്ങനെ പോകുന്നതിനെയാണ് കണ്ടിന്യൂസ് ബീം എന്ന് പറയുന്നത്. ബീം വിച്ച് ഇസ് പ്രൊവൈഡഡ് വിത്ത് മോർ ദാൻ 2 സപ്പോർട്ട്സ്. ഫിഗർ നോക്കുക, ഈ കാണുന്നത് ഒരു കണ്ടിന്യൂസ് ബീമാണ് കാണുന്നത്. So beams are generally classified into cantilever beam. Cantilever ഒരു സൈഡ് ഫിക്സ്ഡ് മറ്റേ സൈഡ് ഫ്രീ. സിംപ്ലി സപ്പോർട്ടഡ്, രണ്ട് സപ്പോർട്ടിൻ്റെ മേളിൽ ഒരു ബീം ഇങ്ങനെ ഇരിക്കുന്നു, അതിനെയാണ് സിംപ്ലി സപ്പോർട്ട് എന്ന് പറയുന്നത്. ഓവർഹാങ് എന്ന് പറഞ്ഞാൽ സിംപ്ലി സപ്പോർട്ടഡ് കഴിഞ്ഞിട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് മുന്നോട്ട് നിൽക്കുവാണെങ്കിൽ ദാറ്റ് ഈസ് ഓവർഹാങ്ങിങ് ബീം. കണ്ടിന്യൂസ് ബീം എന്ന് പറഞ്ഞാൽ രണ്ട് സപ്പോർട്ടിൽ കൂടുതലുള്ളതാണെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് കണ്ടിന്യൂസ് ബീം. ഫിക്സഡ് എൻഡഡ് ബീം എന്ന് പറഞ്ഞാൽ ആ ബീമിൻ്റെ രണ്ട് എൻഡും ഫിക്സ് ആയിരിക്കും, അതിന് മൂവ്മെൻറ്റ് പോസിബിൾ ആയിരിക്കില്ല, അതിനാണ് ഫിക്സഡ് എൻഡഡ് ബീം എന്ന് പറയുന്നത്. ദെൻ കാന്റിലീവർ സിംപ്ലി സപ്പോർട്ടഡ് ബീം, ഒരു എൻഡ് ഫിക്സ്ഡും മറ്റേ എൻഡ് സപ്പോർട്ടും കൊടുത്തേക്കുവാണെങ്കിൽ ദാറ്റ് ഇസ് കോൾഡ് കാന്റിലീവർ സിംപ്ലി സപ്പോർട്ടഡ് ബീം. ഇനി ഈ ബീമുകളിൽ ഏതൊക്കെ ടൈപ്പ് ലോഡുകൾ വരാം? നമ്മളിപ്പോൾ ഒരു വീട് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിനകത്ത് ഏതൊക്കെ ലോഡുകൾ വരാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിയാണ് ആ വീട്, എന്ത് ബിൽഡിംഗ് ആണെങ്കിലും നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഏതൊക്കെ ടൈപ്പ് ലോഡുകളാണ് വരാൻ സാധ്യത ഉള്ളതെന്നാണ് പറയുന്നത്. A beam is normally horizontal and the loads acting are normally vertical or transverse. അപ്പോൾ ഒരു ബീം എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ ഹൊറിസോണ്ടൽ ആയിരിക്കും, അതിനകത്ത് വരുന്ന ലോഡുകൾ വെർട്ടിക്കലോ അല്ലെങ്കിൽ ചരിഞ്ഞതോ ട്രാൻസ്വേഴ്സോ ആയിരിക്കും. Now coming to the types of loads: concentrated or point load, uniformly distributed load, uniformly varying load. അപ്പോൾ ഒരു ബീം നമ്മൾ കൺസിഡർ ചെയ്യുവാണെങ്കിൽ അതിനകത്ത് വരാൻ സാധ്യതയുള്ള ടൈപ്പ് ലോഡുകളാണ് കോൺസെൻട്രേറ്റഡ് ലോഡ് ഓർ പോയിന്റ് ലോഡ്, യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ്, യൂണിഫോംലി വേരിയിങ് ലോഡ്. First is concentrated or point load. A concentrated load is one in which the
is one which is considered to act at a point over a structure. Concentrated അല്ലെങ്കിൽ പോയിന്റ്, ആ പേരിൽ നിന്ന് തന്നെ മനസ്സിലാക്കും ഒരൊറ്റ പോയിന്റിൽ ഫോഴ്സ് ലോഡ് വരുവാണെങ്കിൽ അതിനെയാണ് കോൺസെൻട്രേറ്റഡ് ലോഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നോക്കി ഈ ആണിയുടെ മേളിലോട്ട് ഈ ചുറ്റിക വെച്ച് അടിക്കുന്ന സമയത്ത് അവിടെ വരുന്ന ലോഡ് എന്ന് പറയുന്ന പോയിന്റ് ലോഡാണ്. ഒരൊറ്റ പോയിന്റിലാണത് ആക്ട് ചെയ്യുന്നത്. സോ ഇതാണ് നമ്മുടെ റെപ്രസെൻറ്റേഷൻ. പോയിന്റ് ലോഡിനെ ഇങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഈസ് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ്. അതും പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും. ഒരു ബീമിൻ്റെ മുകളിൽ ആദ്യം തൊട്ട് അവസാനം വരെ ഒരേ രീതിയിൽ ഡിസ്ട്രിബ്യൂട്ട് ആയിരിക്കുന്ന ലോഡിനെയാണ് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് എന്ന് പറയുന്നത്. അതിൻ്റെ യൂണിറ്റ് നോക്കിയാൽ W ന്യൂട്ടൺ പെർ മീറ്റർ. ഒരു മീറ്ററിൽ W ന്യൂട്ടൺ ആണുള്ളത്. അതിനെയാണ് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ്. UDL is one which is spread over a beam in such a manner that the rate of loading W is uniform over its length. അപ്പോൾ എവിടെ നോക്കിയാലും ഏത് 1 മീറ്റർ എടുത്താലും അവിടുത്തെ ടോട്ടൽ വരുന്ന ലോഡ് എന്ന് പറയുന്നത് W ആയിരിക്കും. എക്സ്പ്രസ്ഡ് ആസ് W ന്യൂട്ടൺ പെർ മീറ്റർ. ഇതിൻ്റെ മേളിൽ ഇങ്ങനെ കണ്ടോ, അങ്ങനെയാണ് നമ്മൾ UDLനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഈസ് യൂണിഫോംലി വേരിയിങ് ലോഡ്. അപ്പോൾ നേരത്തെ പറഞ്ഞ് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡാണ്. അടുത്തത് യൂണിഫോംലി വേരിയിങ് ലോഡ്. UVL is one which is spread over a beam in such a manner that the rate of loading varies uniformly, in which load is 0 at one end and increases uniformly to the other end. അപ്പോൾ നമ്മളൊരു ബീം ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ ആ ബീമിൻ്റെ ഒരു എൻഡിൽ ലോഡ് ഒട്ടും കാണത്തില്ല. പക്ഷേ മുന്നോട്ട് പോകെ ലോഡ് കുറേശ്ശെ കൂടി വന്ന് എൻഡിലെത്തുമ്പോഴത്തേന് മാക്സിമം ലോഡ് ആകുന്നു. ഈ ഇൻക്രിമെൻറ്റിൻ്റെ പ്രത്യേകത എന്താണ്? അത് യൂണിഫോം ആയിട്ടാണ് ഇൻക്രീസ് ചെയ്യുന്നത്. Such a loading is known as triangular loading. ഈ ലോഡിനെ പറയുന്ന പേരാണ് triangular loading. Now equivalent load. Equivalent load എന്ന് പറഞ്ഞാൽ ഇതാണ് 3 ടൈപ്പ് ലോഡുകൾ നമ്മൾ പറഞ്ഞു. കോൺസെൻട്രേറ്റഡ് ലോഡ്, യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ്, യൂണിഫോംലി വേരിയിങ് ലോഡ്. ഇനി നമ്മൾ പ്രോബ്ലംസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഈ UDL വന്നാലും ഈ UVL വന്നാലും നമ്മൾ അതിനെ ഒരു പോയിന്റ് ലോഡ് ആക്കി മാറ്റിയിട്ട് വേണം പ്രോബ്ലം ചെയ്യാനായിട്ട്. അപ്പോൾ ഇത് W ന്യൂട്ടൺ പെർ മീറ്റർ. ഒരു മീറ്റർ എടുത്താൽ അവിടെ W ന്യൂട്ടൺ കാണും. അങ്ങനെയാണെങ്കിൽ L മീറ്റർ എടുത്താൽ എത്ര കാണും? W ഇൻറ്റു L, അത്രയുമാണ് ടോട്ടൽ ലോഡ് വരുന്നത്. അപ്പോൾ ഈ W ന്യൂട്ടൺ പെർ മീറ്ററിനെ നമ്മളൊരു പോയിന്റ് ലോഡ് ആക്കുമ്പോൾ WL എന്നാണ് ആ പോയിന്റ് ലോഡിൻ്റെ മാഗ്നിറ്റ്യൂഡ് വരുന്നത്. അത് ആക്ട് ചെയ്യുന്ന എവിടെയായിരിക്കും? ടോട്ടൽ ബീം ലെങ്ത് എത്രയാണോ അതിൻ്റെ നേരെ സെൻറ്ററിലായിട്ടായിരിക്കും അത് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ L ലെങ്ത് ഉള്ള ബീമിൽ L/2ലായിരിക്കും ഈ WL ആക്ട് ചെയ്യുന്നത്. So W into L is the length of the beam. So W into L ആയിരിക്കും അതിനെ പോയിന്റ് ലോഡായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ നമ്മൾ കൊടുക്കുന്ന മാഗ്നിറ്റ്യൂഡ്. അത് ആക്ട് ചെയ്യുന്നത് കറക്റ്റ് ആ ബീമിൻ്റെ സെൻറ്ററിലായിരിക്കും. ഇനി അടുത്ത യൂണിഫോംലി വേരിയിങ് ലോഡ് ആണെങ്കിൽ അതിനെ നമുക്ക് എങ്ങനെ ഇക്വലന്റ് ലോഡ് ആക്കാം അല്ലെങ്കിൽ പോയിന്റ് ലോഡ് ആക്കാം? അപ്പോൾ WL/2 എന്നതാണ് ഈ UVLനെ നമ്മൾ പോയിന്റ് ലോഡ് ആക്കുമ്പോൾ കൊടുക്കേണ്ടത്. W എന്ന് പറയുന്നത് ഇവിടെ വരുന്ന ഫൈനൽ ലോഡാണ്. അത് ഇൻറ്റു L/2 ചെയ്യുന്ന വാല്യൂ എത്രയാണോ അതാണ് കോൺസെൻട്രേറ്റഡ് ലോഡ് ആക്കുമ്പോൾ കിട്ടുന്നത്. അത് ആക്ട് ചെയ്യുന്ന എവിടെയാണ്? 2L/3 ഡിസ്റ്റൻസിലായിരിക്കും മാർക്ക് ചെയ്യുന്നത്. L എന്ന് പറയുന്ന ടോട്ടൽ ലെങ്ത് ഓഫ് ദ ബീം. സോ 2/3 ഇൻറ്റു L, അത്രയും ഡിസ്റ്റൻസിലായിരിക്കും ഈ WL/2 ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മൾ എന്താ ചെയ്തത് ഇവിടെ? UDLനെയും UVLനെയും എങ്ങനെ പോയിന്റ് ലോഡായിട്ട് എക്സ്പ്രസ് ചെയ്യാമെന്നാണ് നമ്മൾ കണ്ടത്. Now coming to the types of supports. അപ്പോൾ ഈ ബീമിനെ ഏതൊക്കെ രീതിയിൽ സപ്പോർട്ടുകൾ ഉണ്ടാകാം എന്നാണ് പറയുന്നത്. ഫസ്റ്റ് ഇസ് എ റോളർ സപ്പോർട്ട്. ഇത് ഫിഗറിൽ കാണുന്നത് റോളർ സപ്പോർട്ടാണ്. It is a support which is free to rotate and translate along the surface on which they rest. അപ്പോൾ ഇത് റോളർ സപ്പോർട്ടിനെ ഇങ്ങനെയാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിന് റൊട്ടേറ്റ് ചെയ്യാനും പറ്റും, ട്രാൻസ്ലേറ്റ് മുന്നോട്ട് നീങ്ങാനും പറ്റും. അതിന് റൊട്ടേഷനും പോസിബിൾ ആണ്, മുന്നോട്ട് നീങ്ങാനും പോസിബിൾ ആണ്. ആ ടൈപ്പ് സപ്പോർട്ടിനെയാണ് റോളർ സപ്പോർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ റോളർ സപ്പോർട്ട് ഹാസ് ഓൺലി വൺ റിയാക്ഷൻ. The roller support are unable to resist the lateral load. അതായത് ഇങ്ങനെ ഒരു വെർട്ടിക്കൽ ലോഡ് വന്നാൽ ഇത് മൂവ് ചെയ്യില്ല, അത് അനങ്ങാതെ അങ്ങനെ നിൽക്കും. ആ വെർട്ടിക്കൽ ലോഡിനെ അത് റെസിസ്റ്റ് ചെയ്യും. പക്ഷേ ഈ സൈഡിൽ നിന്നൊരു ഹൊറിസോണ്ടൽ ലോഡ് വന്നാൽ അത് റെസിസ്റ്റ് ചെയ്യത്തില്ല, അത് മൂവ് ചെയ്യും. ഓക്കെ, ആ ടൈപ്പ് സപ്പോർട്ടിനെയാണ് റോളർ സപ്പോർട്ട് എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ അതിന് വെർട്ടിക്കൽ ഫോഴ്സിനെ മാത്രമേ റെസിസ്റ്റ് ചെയ്യാനുള്ള കഴിവുള്ളൂ. നെക്സ്റ്റ് ഈസ് പിൻഡ് അല്ലെങ്കിൽ ഹിഞ്ച്ഡ് സപ്പോർട്ട്. നമ്മൾ ഡോറിലൊക്കെ ഹിഞ്ച് കണ്ടിട്ടുണ്ടല്ലേ, അതൊരു ഹിഞ്ച്ഡ് സപ്പോർട്ടാണ്.
അപ്പോൾ പിൻഡ് സപ്പോർട്ട് ഹാസ് ടു സപ്പോർട്ട് റിയാക്ഷൻസ് ആൻഡ് ദീസ് ആർ വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ റിയാക്ഷൻ. അപ്പോൾ ഇങ്ങനെ ഒരു ഹിഞ്ച്ഡ് സപ്പോർട്ടിന് നമുക്ക് ഹൊറിസോണ്ടൽ മൂവ്മെൻറ്റും വെർട്ടിക്കൽ മൂവ്മെൻറ്റും അതിന് തടയാൻ കഴിയും. അതാണ് ഈ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് സപ്പോർട്ട് ഇരിക്കുന്നത്. ആ സപ്പോർട്ടിന് ഏതൊക്കെ ഫോഴ്സിനെയാണ് തടയാൻ കഴിയുന്നത്? ഹൊറിസോണ്ടൽ വെർട്ടിക്കൽ ലോഡിന് അതിന് റെസിസ്റ്റ് ചെയ്യാൻ കഴിയും. Pinned support allows rotation only in one direction and resists the rotation in any other direction. അപ്പോൾ ഇങ്ങനൊരു സപ്പോർട്ടാണ് ഹിഞ്ച്ഡ് സപ്പോർട്ടാണ് വരുന്നതെങ്കിൽ അവിടെ പോസിബിൾ ആയിട്ടുള്ള മൂവ്മെൻ്റ് എന്ന് പറയുന്നത് റൊട്ടേഷനാണ്, റൊട്ടേഷൻ ഇൻ വൺ ഡയറക്ഷൻ. ബാക്കി ഹൊറിസോണ്ടൽ വെർട്ടിക്കൽ മൂവ്മെൻ്റ് ഒന്നും പോസിബിൾ അല്ല. അടുത്തത് ഫിക്സഡ് സപ്പോർട്ടാണ്. ഫിക്സഡ് സപ്പോർട്ട് നമ്മൾ നേരത്തെ പറഞ്ഞു, വാളിലേക്ക് ഒരു എൻഡ് ഫിക്സ് ചെയ്തിരിക്കുകയാണെങ്കിൽ അതിനെയാണ് ഫിക്സഡ് സപ്പോർട്ട് എന്ന് പറയുന്നത്. ചില സമയത്ത് രണ്ട് എൻഡും ഫിക്സ്ഡ് ആയിരിക്കും. ആ ഫിക്സഡ് സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ യാതൊരു വിധത്തിലുള്ള മൂവ്മെൻറ്റും പോസിബിൾ അല്ല. അതായത് അത് ഹൊറിസോണ്ടൽ ഫോഴ്സിനെയും റെസിസ്റ്റ് ചെയ്യും, വെർട്ടിക്കൽ ഫോഴ്സിനെയും റെസിസ്റ്റ് ചെയ്യും, മൊമെൻറ്റിനെയും റെസിസ്റ്റ് ചെയ്യും. ഒരു തരത്തിലുള്ള മൂവ്മെൻറ്റും അത് പെർമിറ്റ് ചെയ്യുന്നില്ല. അതാ ഈ കാണുന്നതെല്ലാം ഫിക്സഡ് സപ്പോർട്ടുകളാണ്. It is a support which is capable of resisting all type of loads, that is horizontal, vertical and moments. Fixed support does not allow the rotation or translation motion to the structural members. ഒരു രീതിയിലുള്ള മൂവ്മെൻറ്റ്സും അത് അലൗ ചെയ്യുന്നില്ല. It provides the greatest stability to the structure as compared to all other support. ഇപ്പോൾ എല്ലാ മൂവ്മെൻറ്റ്സിനെയും റെസിസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അതിനാണ് ഏറ്റവും കൂടുതൽ സ്റ്റെബിലിറ്റി ഉള്ള ഒരു സപ്പോർട്ട്. അപ്പോൾ ഇതൊന്ന് ജനറലായിട്ട് എല്ലാം കൂടെ പറഞ്ഞ ടേബിളിൽ കാണിച്ചേക്കാണ്. ടൈപ്പ് ഓഫ് സപ്പോർട്ട്, അതിൻ്റെ റെപ്രസെൻറ്റേഷൻ, അതിൻ്റെ റിയാക്ഷൻ, റെസിസ്റ്റിംഗ് ലോഡ്. റോളർ സപ്പോർട്ട് ഇങ്ങനെയാണ് അതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതിൻ്റെ റിയാക്ഷൻ എന്ന് പറയുന്നത് വെർട്ടിക്കൽ റിയാക്ഷൻ ആയിരിക്കും. അത് റെസിസ്റ്റ് ചെയ്യുന്ന എല്ലാ തരം വെർട്ടിക്കൽ ലോഡിനെയും അത് റെസിസ്റ്റ് ചെയ്യും. അടുത്ത പിൻഡ് സപ്പോർട്ട്, അതിനിങ്ങനെയാണ് വരയ്ക്കുന്നത്. ഹൊറിസോണ്ടൽ വെർട്ടിക്കൽ മൂവ്മെൻറ്റിനെ അത് റെസിസ്റ്റ് ചെയ്യും. റെസിസ്റ്റിംഗ് ലോഡ് ഇസ് ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ ലോഡ്. ഇനി ഫിക്സഡ് സപ്പോർട്ട് ആണെങ്കിൽ ഇങ്ങനെയാണ് റെപ്രസെൻറ്റേഷൻ. അതിൻ്റെ റിയാക്ഷൻ ഹൊറിസോണ്ടൽ, വെർട്ടിക്കൽ ആൻഡ് മൊമെൻറ്റ്, അതായിരിക്കും റിയാക്ഷൻ. ഓൾ ടൈപ്പ് ഓഫ് ലോഡ്സ്, വെർട്ടിക്കൽ, ഹൊറിസോണ്ടൽ ആൻഡ് മൊമെൻറ്റ്സ് വിൽ ബി റെസിസ്റ്റഡ് ബൈ എ ഫിക്സഡ് സപ്പോർട്ട്. താങ്ക് യു.